الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ പരമദയാലുവായ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും നമ്മളെക്കാൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ, വിരോധങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഓരോ സ്റ്റെപ്പ് പൂർത്തിയാക്കി വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ ഓരോരുത്തരും ചെയ്തു കൊടുക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടതില്ല, സ്വയം ഓരോരുത്തരും ഒഴിവുള്ളിടത്തേക്ക് കയറി ഇരുന്നാൽ മതി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അറബി മാസത്തിലെ റബീഉൽ അവ്വലിൽ അങ്ങനെ ചില ആളുകൾ കരുതിയതുകൊണ്ട് സ്വാഭാവികമായും റസൂലിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ചുറ്റിലും ഉണ്ട്. പക്ഷെ ഈ മാസത്തിൽ ഒരു പ്രത്യേകത, ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു പ്രത്യേകത നമുക്കൊക്കെ അറിയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് റബീഉൽ അവ്വലിലാണ്. ആ ഒരു കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ജനിക്കുമ്പോൾ ഒരാൾ അത്ര പ്രശസ്തനായിക്കൊള്ളണമെന്നില്ല. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ പ്രശസ്തി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നോട്ടബിൾ ആകുകയും അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് എഴുതപ്പെടുകയും രേഖപ്പെടുത്തപ്പെടുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ജനിക്കുന്ന സമയത്ത് അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ആ ഒരു ജനന തീയതി
അത്ര കുറിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഇഖ്തിലാഫ് ഉണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിൽ കൃത്യമായ ഡേറ്റ് ഉണ്ട്. കാരണം നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മാതൃകയായി ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും അന്നുള്ള രാജ്യങ്ങളിലെ ആളുകൾ മുഴുവനും പ്രവാചകന്റെ വളർച്ചയും പ്രവാചകൻ കൊണ്ടുവന്ന സന്ദേശവും ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുകൊണ്ട് ആളുകളുടെ മുഴുവൻ ശ്രദ്ധ മക്കയും മദീനയും ആയിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിൽ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിന് ശേഷമുള്ള സംഗതികൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, പ്രവാചകൻ നുബൂവത്ത് കിട്ടിയതിന് ശേഷം തൻ്റെ സഹാബാ കിറാമിനോട് പറഞ്ഞു, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവർത്തികൾ, എൻ്റെ അംഗീകാരങ്ങൾ അത് സുന്നത്തായ സംഗതികളാണ്. അതുകൊണ്ട് തന്നെ ചില എഴുത്തുകാർ, ഖുർആൻ എഴുതുന്ന ആളുകൾക്ക് പുറമെ ഈ ഹദീസ് അത്രമാത്രം എഴുതി വച്ചിട്ടില്ലെങ്കിലും ചില ആളുകൾ കൃത്യമായി അത് ഹിഫ്ളാക്കി വെച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണം അത് കൃത്യമാണ്. ആ മരണത്തിന്റെ അവസാന രംഗങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതാണ് നമ്മൾ ഇന്ന് ഓർക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം താൻ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുന്നു എന്ന് റമളാനിൽ, ആ വർഷത്തെ ഹിജ്റ 10ാമത്തെ വർഷത്തെ റമളാനിൽ തന്നെ അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കും, റമളാനിൽ 10 ദിവസമാണ് ഇത്തികാഫ്. പക്ഷെ അള്ളാഹിന്റെ റസൂലിന്റെ അവസാനത്തെ റമളാനിൽ അള്ളാഹിന്റെ റസൂൽ ഇരുന്നത് 20 ദിവസമാണ്. അങ്ങനെ സഹാബികൾക്ക് ഒരു സംശയം, 10 ദിവസമാണല്ലേ ഇത്തികാഫ് ഇരിക്കാൻ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് 20 ദിവസം മാത്രമല്ല 2 തവണയാണ് ആ വർഷത്തെ റമളാനിൽ അള്ളാഹിന്റെ റസൂലിനെ ഖുർആൻ 2 തവണ ഓതി പഠിപ്പിച്ചു. ആദ്യം തൊട്ട് അവസാനം വരെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 2 തവണ പൂർത്തിയാക്കിയെന്ന് കാണാൻ കഴിയും. അപ്പോൾ 9ാം മാസം, പിന്നീട് റമളാൻ, ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ. ആ ദുൽഹിജ്ജ മാസത്തിലേക്ക് എത്തുമ്പോൾ, അപ്പം റമളാൻ കഴിഞ്ഞ് പിന്നീട് ശവ്വാലും ദുൽഖഅദും ദുൽഹിജ്ജയും, റമളാനിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി കണ്ടപ്പം സഹാബത്തിന് പലർക്കും അത്ഭുതമായിട്ടുണ്ട്. അതൊന്നുകൂടി വ്യക്തമാക്കി ദുൽഹിജ്ജയിൽ പ്രവാചകൻ തൻ്റെ ഹജ്ജ്, അവസാനത്തെ ഹജ്ജ്, ഒരജ്ജ ചെയ്ത് എല്ലാവരെയും കൂട്ടി ഹജ്ജിന് പോയപ്പോൾ ആ ഹജ്ജത്തുൽ വിദാഇന്റെ ഖുത്ബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബാ കിറാമിനെ നോക്കി പറഞ്ഞില്ലേ, അള്ളാന്റെ റസൂല് പറഞ്ഞു, അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി, എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ഫീ ഹാദൽ മൗഖിഫ്. ഈ സ്ഥലത്ത് ഒരുപക്ഷെ അടുത്ത കൊല്ലം ഞാൻ നിന്നുകൊള്ളണം എന്നില്ല. അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് വല്ലാത്ത അത്ഭുതപ്പെട്ടു പോവുക മാത്രമല്ല, സങ്കടപ്പെട്ടു പോയി. പ്രവാചകരെ അങ്ങില്ലാത്തൊരു ഹജ്ജോ സഹാബത്തിന്റെ മനസ്സിൽ, ചരിത്രത്തിൽ പറയാണ്, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷെ പ്രവാചകന്റെ ആ ഖുത്ബയിൽ നിന്ന് അന്നത്തെ ചരിത്രകാരന്മാർ, അന്നത്തെ എഴുതുന്ന ആളുകൾ അവർ എഴുതി വെക്കുകയാണ് അള്ളാന്റെ റസൂലിന്റെ വാക്കുകൾ. അങ്ങനെ ഹജ്ജത്തുൽ വിദാഇലെ ഖുത്ബ കഴിഞ്ഞ്, അറഫ കഴിഞ്ഞ് പിന്നീട് ജംറയിലേക്ക് പോകുമ്പോൾ 2-3 ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ റസൂലിന് ഓരോ സംസാരം, ഓരോ സ്ഥലത്ത് നിൽക്കുന്നിടത്തൊക്കെ റസൂൽ സംസാരിക്കുന്നുണ്ട്. ജംറത്തുൽ അഖബയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സഹാബത്ത് ഉദ്ധരിക്കുകയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യർമി അലാ റാഹിലതിഹി യൗമിൻ നഹർ. ആ ദിവസം പ്രവാചകൻ തന്റെ ഒട്ടകപ്പുറത്തിരുന്നിട്ടാണ് കല്ലെറിയുന്നത്. വയഖൂലു, എന്നിട്ട് പറയാണ്, ലിതഖുദൂ മനാസികകും, പ്രിയപ്പെട്ട സഹാബാ കിറാമേ, ഹജ്ജ് എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ഞാൻ ചെയ്യുന്നത് പോലെയാണ് ചെയ്യേണ്ടത്. ഖുദൂ അന്നി മനാസികകും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ഹജ്ജതി. എനിക്കറിയില്ല, ഈ ഹജ്ജിന് ശേഷം അടുത്ത ഒരു ഹജ്ജ് ചെയ്യാൻ ഒരുപക്ഷെ ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്ന്, ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ലാ അദ്രി, എനിക്കറിയില്ല.
അങ്ങനെ വന്ന് പിന്നീട് പെരുന്നാൾ കഴിഞ്ഞ് അയ്യാമു തശ്രീക്കിന്റെ ആ സമയത്താണ് അവസാനത്തെ ആയത്തിറങ്ങുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. അവസാനത്തെ ആയത്തും ഇങ്ങനെ ഇറങ്ങി. ഈ നിനക്ക് അള്ളാഹുവിന്റെ വിജയവും സഹായവും വന്നെത്തിയാൽ ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഈ ഇസ്ലാമിലേക്ക് വരുന്നത് നിനക്ക് കാണാം. നീ ചെയ്യേണ്ടത്രേ ഉള്ളൂ. ഫസബ്ബിഹ്, ആ സന്ദർഭത്തിൽ തസ്ബീഹ് മുഴക്കണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജ കഴിഞ്ഞ് പിന്നീട് മുഹറം, സഫർ, റബീഉൽ അവ്വൽ. അപ്പം മുഹറം സഫർ 11-നാണ്. പിന്നീട് സഫർ 11-നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്നത്തുൽ ബഖയിലേക്കുള്ള ഖബർസ്ഥാനിലേക്കുള്ള നടത്തം കൂടുതലായി. അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയി സിയാറത്ത് ചെയ്യും. എന്നിട്ട് പറയും അസ്സലാമു അലൈക്കും യാ അഹ്ല ദാരിൽ ഖൗമിൽ മുഅ്മിനീൻ എന്ന പ്രാർത്ഥന. നമ്മൾ നിങ്ങളോടൊപ്പം വരാനിരിക്കുകയാണ്. എന്നിട്ട് ഈ ചില സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് അവിടെ പോയി ഖബർ സിയാറത്ത് കഴിഞ്ഞ് വീണ്ടും വന്ന് പള്ളിയിൽ വന്ന് മിമ്പറിൽ കയറി പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഈ സഫർ മാസത്തിലെ 11-ാം തീയതി ഖബർ സന്ദർശിച്ചിട്ട് വന്നിട്ട് പറയാണ്, ഞാൻ മുമ്പേ പോവാണ്, ഞാൻ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കും. എനിക്ക് ശേഷം നിങ്ങൾ ബഹുദൈവാരാധകരാകുന്നതിലല്ല എനിക്ക് ബേജാർ. എൻ്റെ സമൂഹമേ, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവാണ്. പക്ഷെ എനിക്കിങ്ങനെ തോന്നുന്നത്, നിങ്ങളുടെ ഈ കിടപ്പ് കണ്ടിട്ട്, നിങ്ങളുടെ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ബഹുദൈവാരാധകരാകുന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളാകാൻ സാധ്യതയുള്ളത് ദുനിയാവിന്റെ കാര്യത്തിൽ പരസ്പരം മത്സരിച്ച് കാണിക്കുന്നതിലാണ്. നിങ്ങളെക്കുറിച്ച് എനിക്ക് പേടിയിൽ. അള്ളാന്റെ റസൂല് സാഹിദായ ഖബർ സിയാറത്ത് കഴിഞ്ഞ് ദുനിയാവ് ഇവിടെ പറയാണ്, ദുനിയാവിൽ നിന്നൊക്കെ ഏകദേശം ഇങ്ങനെ തീരാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബ കിറാമിന് മുന്നറിയിപ്പ് കൊടുക്കാൻ. അങ്ങനെ 11 കഴിഞ്ഞ് പിന്നീട് 28, 29 ഒരു മയ്യത്ത് ഖബറടക്കി ജന്നത്തുൽ ബഖയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിലാണ് അള്ളാന്റെ റസൂൽ ഒരു വല്ലാത്തൊരു തലവേദന വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിനമായപ്പോ പ്രവാചകന്റെ തലപ്പാവൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്നോ എന്നൊക്കെ തോന്നിപ്പോയി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ പോയി കിടന്നു. അതിനോടൊപ്പം തന്നെ കഠിനമായ ഒരു പനിയും വന്നു. ഈ അവസ്ഥയിൽ ഇങ്ങനെ തലവേദനയും പനിയും ഒക്കെ ആയി, അത് ഇടയ്ക്ക് വെള്ളം കൊണ്ടുവരാൻ പറയും, ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുമ്പോൾ അതൊന്ന് മാറും. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 സമയത്ത് നമസ്കാരത്തിനാണ് നേതൃത്വം കൊടുത്തത്. അപ്പം സഫർ കഴിഞ്ഞാൽ റബീഉൽ അവ്വലിലേക്ക് എത്താൻ, സഫർ അവസാനത്തിൽ പിന്നെ സഫറിന്റെ 28, 29 കഴിഞ്ഞ് പിന്നീടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സന്ദർഭത്തിലേക്ക് പ്രവാചകൻ നേതൃത്വം കൊടുത്തത് 11 സമയത്തെ നമസ്കാരമാണ്. പിന്നീട് രോഗം കഠിനമായി. ഭാര്യയോട് ഓരോ ദിവസവും ഭാര്യമാർക്ക് നിശ്ചയിച്ചതാണ്. പക്ഷേ ഏത് ഭാര്യയുടെ വീട്ടിലേക്ക് പോകണം എന്നൊരറിയാൻ പറ്റാത്ത വിധം പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ അവർക്ക് ബോധ്യമായി തൻ്റെ ഭർത്താവിനെ സംബന്ധിച്ച്. നമുക്ക് ഇവിടേക്ക് എത്ര ഗുണകപാഠങ്ങളാണ്. അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ച് ഭാര്യമാർ കൃത്യമായി മനസ്സിലാക്കി. അവര് പറഞ്ഞു, റസൂലെ, അങ്ങ് പള്ളിയോട് അടുത്തുള്ള ആയിഷയുടെ വീട്ടിൽ കടന്നോളൂ. അവരെല്ലാവരും സമ്മതം മൂടിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫളൽ ഇബ്നു അബ്ബാസിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും 2 കുടുംബക്കാരുടെ അവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുകയാണ്. അങ്ങനെ മരണത്തിന് 5 ദിവസം മുമ്പ് ബുധനാഴ്ച പനി കഠിനമായി, ബോധം കെട്ടുപോവാണ്. പിന്നീട് ബോധം തിരിച്ചു കിട്ടിയപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരു 70 തോൽപാത്രം വെള്ളം എൻ്റെ ശരീരത്തിൽ ഒഴിക്കുക. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരാശ്വാസം കിട്ടുമ്പോൾ എൻ്റെ സഹാബാക്കളെ ഒന്ന് കാണാലോ, ജനങ്ങളെ കാണാലോ. അവര് അത് കൊണ്ടുവന്നു. അങ്ങനെ പ്രവാചകനെ കുളിപ്പിച്ചു, വെള്ളമൊഴിച്ചു, ആശ്വാസമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരണത്തിന്റെ 5 ദിവസം ബുധനാഴ്ച മിമ്പറിൽ കയറി. എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു,
ആ സന്ദർഭത്തിലെ പ്രഭാഷണത്തിലാണ് ഹംദും സ്വലാത്തും തഖ്വയും. ഈ പ്രഭാഷണത്തിന്റെ ആമുഖത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് നമ്മളും സ്വീകരിക്കാറ്. ഹംദ് വേണം, സ്വലാത്ത് വേണം, തഖ്വ കൊണ്ടുള്ള വസിയത്ത് വേണം. ഈ അവസാനത്തെ പ്രഭാഷണത്തിൽ അള്ളാഹുവിന്റെ റസൂൽ തസ്ബീഹ് കൊണ്ട് അറിയുകയാണ്. ജനങ്ങളോടുള്ള ഉപദേശമല്ല, അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, ഹംദ് ചെയ്യുകയാണ്. ഇഷ്ടംപോലെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് അവസാനം പ്രസംഗിക്കുകയാണ്. എന്നിട്ട് പ്രവാചകന് ശബ്ദം ഉയർത്താൻ കഴിയുന്നില്ല. എല്ലാവരും പറഞ്ഞു അടുത്തേക്കിരിക്കും, എല്ലാവരും അടുത്തേക്കിരിക്കും. അങ്ങനെ ജനങ്ങളെല്ലാവരും, അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാവരും അടുത്തേക്കിരുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മർളിഹി അല്ലദീ ലം യഖും മിൻഹു. അവിടുന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവണ്ണം പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ മിമ്പറിൽ കയറിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹു ശപിക്കാനുള്ള കാരണം അവരുടെ പ്രവാചകന്മാരെ ഖബറുകളെ പള്ളികളാക്കിയത് കൊണ്ടാ. അല്ലതുകൊണ്ട് അല്ലാഹുമ്മ എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ് സഹാബത്തിന്റെ മുമ്പിൽ കൈ ഉയർത്തിയിട്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു മന്ദിരമാക്കി മാറ്റല്ല റബ്ബേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ സന്ദർഭത്തിൽ പറയാണ്. എന്നിട്ട് പ്രവാചകൻ ആ പ്രസംഗത്തിൽ പറഞ്ഞു, എൻ്റെ മുതുകിത ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ പോവാണ്. ആരെങ്കിലും ഏതെങ്കിലും ആളുകൾക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടായിട്ടെങ്കിൽ എൻ്റെ മുതുകിൽ അവൻ അടിക്കുക, അതിന് പ്രതികാരം ചെയ്യാം. ഇനി ആരുടെയെങ്കിലും അഭിമാനം എൻ്റെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഈ മുഹമ്മദ് അദ്ദേഹത്തിന്റെ അഭിമാനം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു, എന്നിട്ട് പ്രതികാരം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ മിമ്പറിൽ നിന്ന് പ്രസംഗത്തിനിടയിൽ മിമ്പറിൽ നിന്ന് ഇറങ്ങണം. ആ സമയത്ത് ളുഹർ നിസ്കരിച്ചു, വീണ്ടും മിമ്പറിലേക്ക് കയറി. വീണ്ടും മിമ്പറിലേക്ക് കയറിയപ്പോ പ്രവാചകൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, പ്രവാചകരെ എനിക്ക് 3 ദിർഹം അങ്ങ് തരാനുണ്ട്. ഉടനെ ഫളൽ അവിടെ ഉണ്ടായിരുന്നു, അബ്ബാസിന്റെ മകൻ ഫളൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ 3 രൂപ കൊടുക്കണം. അങ്ങനെ പ്രവാചകൻ 3 രൂപ. ഇനി ആർക്കെങ്കിലും കടം? എല്ലാവരുടെയും കടം അല്ലാഹുവിന്റെ റസൂൽ വീട്ടി. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരികളോട് പറഞ്ഞു, അൻസാരികൾ അവര് നമ്മളെ സ്വീകരിച്ചവരാ, എല്ലാം ഇതിനു വേണ്ടി സഹിച്ചവരാണ്, അവർ അവസാനം ഒന്നുമില്ലാത്തവരാവും, നിങ്ങൾ അവരെ സഹായിക്കണം. അൻസാരികളെ പരമാവധി സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് അവസാനം മുഹാജിറുകളെ പറ്റി പറഞ്ഞു. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സഹവാസവും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എനിക്ക് വേണ്ടി, ഈ ഇസ്ലാമിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചതിനെ സ്മരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു. അങ്ങനെ 5-ാമത്തെ ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം വ്യാഴാഴ്ച ആ പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. പനിയുണ്ട്, തലവേദനയുണ്ട്, ഒക്കെ ഉണ്ട്. വ്യാഴാഴ്ച ദിവസം രോഗം ഒന്ന് കഠിനമായി. നമസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് അല്ലാഹുവിന്റെ റസൂലാണ്. പക്ഷേ വ്യാഴാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബ് നമസ്കാരം വരെ പ്രവാചകൻ തന്നെയാണ്. മഗ്രിബ് നമസ്കാരത്തിന് പ്രവാചകൻ ഓതിയ ആയത്ത് വൽ മുർസലാത്തി ഉർഫ എന്ന സൂറത്തുൽ മുർസലാത്ത് ഓതി. പക്ഷേ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെ പോയി. ഇശാ നമസ്കാരത്തിന് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരാൻ കഴിയുന്നില്ല. പ്രവാചകൻ അല്പം ബോധരഹിതനായി ബോധം കെട്ടുപോയി. ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ സഹാബത്ത് എന്ത് ചെയ്യും? ഇശാ നമസ്കാരത്തിന് ഇതുവരെ അള്ളാന്റെ റസൂലായി മാറുന്നുള്ളൂ, ഇനിയിപ്പോ ആരാ? വലിയ കൺഫ്യൂഷനായി. അവരിങ്ങനെ പ്രവാചകനെ കാത്തിരുന്നു. ആ വിരി നീക്കിയാൽ പ്രവാചകൻ വരുമെന്നറിയാം. അവരിങ്ങനെ കാത്തിരുന്നു, അള്ളാന്റെ റസൂൽ വരുന്നില്ല. ആ ബോധം വന്നപ്പോ അള്ളാന്റെ റസൂൽ വിരിങ്ങ നീക്കിയപ്പോ അവരിങ്ങനെ കാത്തിക്കാണ്. അള്ളാന്റെ റസൂൽ ആംഗ്യം കാണിച്ച് അബൂബക്കറിനോട് ഇമാമിക്കാൻ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇമാമ നിന്ന്
അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് പ്രവാചകൻ ജീവിച്ചിരിക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്തിൽ നിന്ന് നമസ്കരിച്ച നമസ്കാരങ്ങൾ 17 17 സമയത്തെ നമസ്കാരങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് നിന്നത്. ആ സമയത്തും ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, പ്രവാചകരെ ഉപ്പ നിങ്ങൾ ഇമാമത്ത് നിർത്തരുത്. അപ്പൊ അള്ളാന്റെ റസൂൽ മെല്ലെ ചോദിച്ചു, എന്തുകൊണ്ടാണ് പ്രവാചകരെ ഉപ്പ ഇമാമത്ത് നിന്നാൽ? നിങ്ങൾക്കറിയാലോ, ഞങ്ങൾ ഉപ്പാന്റെ പിന്നിൽ നിന്ന് വീട്ടിൽ നിന്ന് നമസ്കരിക്കുമ്പോ എപ്പോ നമസ്കരിച്ചാലും ഓതുന്ന സമയത്ത് കരഞ്ഞിട്ട് ഞങ്ങൾക്ക് നമസ്കാരം പൂർത്തിയാക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ, എൻ്റെ ഉപ്പയെ നിങ്ങൾ ഇമാമത്ത് നിർത്തരുത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ വ്യാഴം കഴിഞ്ഞ് പിന്നെ വെള്ളിയാഴ്ച ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, മരണത്തിന്റെ റസൂലിന്റെ 3 ദിവസം മുമ്പ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, തൻ്റെ സംസാരിക്കാൻ കഴിയാത്ത വാക്കുകളിലൂടെ മെല്ലെ ആയിഷ റളിയല്ലാഹു അൻഹുവും കുടുംബക്കാരും മാത്രമുള്ള ആ വീട്ടിനുള്ളിൽ നിന്ന് പ്രവാചകൻ ബോധം വരുമ്പോൾ പറയുന്നത്, പ്രിയപ്പെട്ട സഹാബ കിറാമേ, പ്രിയപ്പെട്ട കുടുംബക്കാരെ, നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് മാത്രമേ വിചാരിക്കാവൂ. നമ്മൾ മോശം വിചാരിച്ച് പോകാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ് ജീവിതത്തിന്റെ പരീക്ഷയുടെ ഘട്ടങ്ങളിലെ മൂർധന്യാവസ്ഥയിൽ നമ്മൾ പറഞ്ഞു, എന്താ പഠിച്ചോ ഇങ്ങനെ. അതുകൊണ്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹുവിനോടും ആ സമ്മത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്, ഞങ്ങൾ കേട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലതല്ലാതെ ഒന്നും വിചാരിക്കരുത്. വീണ്ടും അള്ളാഹുവിൻ്റെ റസൂല് പിന്നീട് ശനി ഞായർ ദിവസങ്ങളിൽ പനി ഒരു അല്പ ആശ്വാസം വീണ്ടും പള്ളിയിലേക്ക് വന്നു. അതുവരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷെ ശനി ഞായർ ദിവസങ്ങളിൽ അള്ളാഹിന്റെ റസൂല് വിരിങ്ങ നീക്കിയപ്പോ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തേക്കോട്ടൊന്ന് മാറില്ല. കാരണം നബി വരും, പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ കഴിയുന്നില്ല. പക്ഷെ ശനിയാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നൊന്ന് എഴുന്നേറ്റ് നടക്കാൻ തോന്നിയപ്പോൾ സഹാബത്ത് 2 ആൾ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ മിമ്പറിന്റെ അടുത്ത് വന്നിരുന്നു. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിന്റെ ഇടതുഭാഗത്ത്, അതായത് ഇമാമ് നിൽക്കുന്ന യഥാർത്ഥത്തിൽ പ്രവാചകനാണ്, പക്ഷെ പറയുന്നതൊക്കെ അബൂബക്കറാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് അബൂബക്കറിന്റെ ഇടതുഭാഗത്താണ് നിർത്തിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ, പ്രവാചകൻ നല്ല പറയും, ഉച്ചത്തിൽ അബൂബക്കർ തക്ബീർ ചൊല്ലും. അങ്ങനെ നമസ്കരിച്ചു. ഞായറാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിൽ തന്നെ അന്ന് തനിക്കുള്ള അടിമകളെല്ലാം മോചിപ്പിച്ചു. കൈവശമുണ്ടായിരുന്ന 6-7 ദിർഹം ധർമ്മം ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹു അന്നത്തെ രാത്രി വിളക്കിൽ കത്തിക്കാൻ ഉള്ള മണ്ണെണ്ണല്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹു അയൽപക്കത്തുള്ള ആടുകളോട് അടുത്തേക്ക് അവർ കത്തിച്ച വിളക്കിൽ നിന്ന് ഞങ്ങളുടെ വിളക്കൊന്ന് കത്തിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ അങ്ങനെ പരതുന്നുണ്ട്. അത്രമാത്രം എല്ലാം ഈ ലോകത്ത് നിന്ന് താൻ ഉണ്ടാക്കിയത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുത്ത് എല്ലാം പൂർത്തിയാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം തന്റെ പടയങ്കി ആ സമയത്ത് 30 സാഇന് ബാർലിക്ക് ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലായി അള്ളാഹിന്റെ റസൂൽ ഞായറാഴ്ച കഴിഞ്ഞു. തിങ്കളാഴ്ച രാവിലെ സുബഹിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിരിയൊന്ന് നീക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരും എന്ന് കാത്തു നിന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരാൻ കഴിയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരും എന്ന പ്രതീക്ഷയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും നോക്കി. ഇല്ല, അബൂബക്കർ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കും. പക്ഷേ പ്രവാചകൻ അബൂബക്കർ നമസ്കാരത്തിലേക്ക് നേതൃത്വം കൊടുക്കുമ്പോഴാണ് വിരിയുടെ ശബ്ദം കേൾക്കുക. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ബാക്കോട്ട് പോകും. പ്രവാചകന് മനസ്സിലായി, എന്റെ കാരണം കൊണ്ട് എൻ്റെ സഹാബത്തിനും അബൂബക്കറിനും ഒക്കെ നമസ്കാരത്തിൽ ശ്രദ്ധ പോവാണല്ലോ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിരി കാത്തു. അല്ലാഹുവിന്റെ റസൂല് സഹാബത്ത് നമസ്കരിക്കുന്നത് കാണാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ അവരുടെ ശ്രദ്ധ പോകുമെന്ന പേടിയാൽ പ്രവാചകൻ ആ വിരി മാറ്റി. പിന്നീട് ആ വിരി അല്ലാഹുവിന്റെ റസൂല് പൊന്തിച്ചിട്ടില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞു, സഹാബത്ത് പിരിഞ്ഞു പോയി. ആ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി ആയിഷയോട് മെല്ലെ പറഞ്ഞു, ഫാത്തിമയെ വിളിക്കണം. ഫാത്തിമയെ വിളിച്ചു. പ്രവാചകൻ ഫാത്തിമയുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു.
ഫാത്തിമ ആദ്യം കരഞ്ഞുപോയി. പിന്നീട് ഫാത്തിമ സന്തോഷിക്കുകയാണ്. ആയിഷ പിന്നീട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഫാത്തിമ അവസാനം എൻ്റെ മടിയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ നിന്നെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സുകാര്യം പറഞ്ഞത് എന്തായിരുന്നു? അന്ന് ഫാത്തിമ പറയുന്നുണ്ട്, ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, പ്രവാചകൻ മിക്കവാറും ഇന്ന് ലോകത്തോട് ഇന്ന് വിട പറയും എന്നാണ്, അന്നത്തെ ദിവസം വിട പറയും എന്നാണ് എന്നോട് സ്വകാര്യമായി പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയില്ല. പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ പേടിക്കണ്ട, ആദ്യം പരലോകത്തെ വെച്ച് കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ ആദ്യം എന്നോട് ചേരുക നീയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഫാത്തിമ അവിടുന്ന് പോയി. പിന്നീട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരുടെ പേരക്കുട്ടികളെ വിളിച്ചു, അവരെ ചുംബിച്ചു. ദുഹാ സമയമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം കെടുന്നു, ബോധം തിരിച്ചു വരുന്നു. ആ സമയത്ത് കുടുംബക്കാരെ പലരെയും വിളിക്കുന്നു, മക്കളെ വിളിച്ച് ചുംബിച്ച് അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഭാര്യമാരെ മുഴുവൻ വിളിച്ചു, അവരോട് പറഞ്ഞു നല്ല നല്ല നിർദ്ദേശങ്ങൾ, ജീവിതത്തിൽ പാലിക്കേണ്ട കുറേ സംഗതികൾ അവർക്ക് നൽകി. പിന്നീട് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ ഇങ്ങനെ മടി വെച്ചാണ്. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുറഹിമാൻ റളിയല്ലാഹു അൻഹു അവിടേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അറാഖ് കണ്ടപ്പോൾ അള്ളാഹിൻ്റെ റസൂല് എപ്പോഴും ദന്തശുദ്ധീകരണത്തിന് വേണ്ടി കരുതാറുണ്ടായിരുന്ന അറാഖുണ്ട്. ആ അറാഖ് കണ്ടപ്പോൾ പ്രവാചകൻ അതിലേക്ക് എന്നെ നോക്കിയപ്പോൾ മനസ്സിലായി അറാഖിന് വേണ്ടിയാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹു സഹോദരനിൽ നിന്ന് അത് വാങ്ങിയിട്ട് അത് ചവച്ച് മൃദുലമാക്കിയിട്ട് വെച്ചു കൊടുത്തു. അങ്ങനെ തേച്ചു. അങ്ങനെ പെട്ടെന്ന് ബോധം പോയി, പനി കഠിനമായി, ശക്തമായി. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മെല്ലെ ബോധം തെളിഞ്ഞു വന്ന സന്ദർഭത്തിൽ മെല്ലെ സംസാരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ മുഖം പ്രവാചകനോട് ചേർത്ത് വെച്ചു. എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നീട് പ്രവാചകൻ ആകാശത്തേക്ക് നോക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, പ്രവാചകൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ. ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും. എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എനിക്ക് എന്നോട് നീ കാരുണ്യം കാണിക്കണേ, എന്നെ നീ നല്ല ഉന്നതമായ ആളുകളുടെ കൂട്ടത്തിലാക്കണേ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, നീ അനുഗ്രഹിച്ച ആളുകളുടെ കൂടെ എന്നെ ആക്കണേ എന്ന് പ്രവാചകൻ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ആ നോട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ പ്രവാചകൻ നോക്കിയപ്പോൾ പ്രവാചകൻ ആയിഷയെ കണ്ടപ്പോൾ പറഞ്ഞു, ആയിഷ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, പക്ഷേ ഇന്നൽ മൗത സഖറാത്ത്, ആയിഷ മരണത്തിന് വല്ലാത്തൊരു വേദന ഉണ്ട്. അന്ന് ആ ജൂതപ്പെണ്ണ് തന്ന വിഷം എൻ്റെ ചങ്കിലെന്തോ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, മരണത്തിന് വല്ലാത്തൊരു വേദനയുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്ന ആ സന്ദർഭം പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. ആയിഷയ്ക്ക് മനസ്സിലായി അവസാന സന്ദർഭമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ചുകൊണ്ട് മഹദി ആ മടിയിൽ കിടത്തി അവസാനം പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, അന്ന് പ്രവാചകന് 63 വയസ്സും 4 ദിവസവുമാണ്. ആ പ്രവാചകൻ മരിച്ച ദിനമാണിന്ന്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ അല്ലാഹുവിന്റെ റസൂലിനെ ഓർത്തുകൊണ്ട് റസൂൽ എന്താണോ നമ്മോട് പറഞ്ഞത് അത് ചേർത്ത് പിടിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കുകയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ എന്താ കാണുന്നത്? റസൂല് ഭയപ്പെട്ടത് മുഴുവനും നമ്മൾ ഇന്ന് കാണുകയാണ്. റസൂല് ചെയ്യരുത് എന്ന് പറഞ്ഞതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂല് 23 വർഷം പ്രവാചകനായി ജീവിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊന്നും തൻ്റെ ജന്മദിനം റബീഉൽ അവ്വലിലാണ്. അന്ന് ആഘോഷിച്ച ഒരാഘോഷം നമ്മൾ കാണുന്നില്ല. പക്ഷേ ജൂതന്മാർ, ഷിയാക്കൾ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആളുകൾ എന്നാണ് പ്രിയപ്പെട്ടവരെ ഇത് കൊണ്ടുവന്നത്. ഈ ഹിജറ 300 വർഷങ്ങൾക്ക് ശേഷം മുളഫർ രാജാവ് എന്ന് പറയുന്ന ഒരാള് ഇതിലേക്ക് കൊണ്ടുവന്ന ഒരാചാരമാണ്.
അതായത് പലർക്കും ജയന്തികളുണ്ട്, പല ആളുകളുടെയും യേശുവിൻ്റെയും പലരുടെയും ജയന്തികൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്കും വേണ്ടേ ഒരാഘോഷം എന്ന് പറഞ്ഞ് പ്രവാചകന്റെ ജന്മദിനത്തെ ആഘോഷപൂർണ്ണമാക്കി. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം പ്രവാചകൻ പറഞ്ഞ ഹദീസ് പ്രകാരം തന്നെ ഞാൻ ജനിച്ച ദിവസം നോമ്പ് നോൽക്കുന്നു തിങ്കളാഴ്ച എന്നാ പറഞ്ഞ് ഇന്ന് നോമ്പ് നോൽക്കുകയാണ് വേണ്ടത്. പക്ഷേ ആഘോഷിക്കുകയാണ്. നോക്കൂ, ആഘോഷങ്ങൾ വഴിമാറുകയാണ്. നമ്മുടെ ആഘോഷങ്ങൾ, എല്ലാവരുടെ ആഘോഷം നമ്മൾ ഏറ്റെടുക്കുകയാണ്. നോക്കൂ, പലരുടെയും ആഘോഷങ്ങൾ ഏറ്റെടുത്ത് മുസ്ലിം സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ യുവാക്കളും യുവതികളും നോക്കൂ, അവര് മദ്യപിച്ച് ലെക്ക് കെട്ടിട്ട് ഒരു കുട്ടി വന്നിട്ട് പറയാണ് 5 ആളുകൾ കൂടിയിട്ട് ആഘോഷത്തിന്റെ വേളയിൽ മദ്യപിക്കുകയാണ്. ആരാണ്? മുസ്ലിം കുട്ടിയാണ്. അങ്ങനെ ഈ മദ്യപാനം അധികമായപ്പോ അവന്റെ ലെവല് തെറ്റിയപ്പോഴാണ് ഇത് ആളുകൾ അറിയുന്നത്. മറ്റു കുട്ടികൾ ഓടി രക്ഷപ്പെടാൻ പേര് നോക്കുമ്പോൾ നമ്മുടെ പേരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ ജീവിതം തീരുന്നതാണ്. അങ്ങനെ ആർത്തുല്ലസിക്കുന്ന സമയങ്ങൾക്കിടയിലാണ് നമ്മുടെ നിയമസഭയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സഹോദരൻ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജീവിതം, ഇതാണ് ജീവിതം. നമ്മൾ വിചാരിക്കുന്ന ആസ്വദിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, പടച്ച തമ്പുരാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായിട്ടാണെങ്കിൽ നോക്കൂ, അവരെ കൊണ്ടുവരുന്നത് മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവിടെ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിൽ പറഞ്ഞ ആഘോഷങ്ങളിൽ നമ്മൾ ഏർപ്പെടുക, അല്ലാത്ത ആഘോഷങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. ചില സാമൂഹിക സാംസ്കാരികമായി നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട ചില സന്ദർഭം അത് ആ നിലക്ക് നമ്മൾ പ്രകടിപ്പിക്കുക. അല്ലാതെ അത് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പേരിൽ വസ്ത്രവും അതിൻ്റെ പേരിൽ ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കി ഒരു കൂലി കിട്ടും എന്ന് വിചാരിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ആഘോഷത്തെ ഏറ്റെടുത്തു പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് 2 ആഘോഷമേ ഉള്ളൂ. അന്നാണ് നമ്മൾ ആ ആഘോഷത്തിന്റെ പേരിൽ നമ്മൾ വാങ്ങുന്നതും ചെയ്യുന്നതും ഒക്കെ കൂലിയുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ കൂലിയുണ്ട്. ആ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ നിർവഹിക്കുന്നത്. കാരണം നമ്മൾ ദുനിയാവിൽ യാത്രികരാണ്, നമ്മൾ ഇവിടെ കൂടേണ്ട ആൾക്കാരല്ല, ഏത് സമയത്തും തിരിച്ചു പോകേണ്ട ആളുകളാണ്. അള്ളാഹുവിന്റെ റസൂല് പോയതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാന നിമിഷം ആഘോഷത്തിന്റെ തിമർപ്പിൽ ബോധമില്ലാത്തവനായി പടച്ച തമ്പുരാനെ കണ്ടുമുട്ടുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. വല്ലാത്തൊരു സങ്കടമാണ് സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ബോധത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ജനിച്ചു വീഴുമ്പോ നമ്മുടെ ചെവിയിലേക്ക് കേട്ടത് അല്ലാഹു അക്ബർ എന്നാണ്. മരിച്ചു പോകുമ്പോ നമ്മുടെ വായിൽ നിന്ന് വരേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അങ്ങനെ നമുക്ക് പോകാൻ കഴിയണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതുപോലെ അവസാന നിമിഷം അള്ളാഹുവിനെ ഓർത്ത് മരിക്കാൻ, ഭാര്യയും ഭർത്താവും പരസ്പരം തൃപ്തിപ്പെട്ട് മരിക്കാൻ, അങ്ങനെ ഈ ലോകത്തോട് വിട പറയാൻ ഒക്കെയുള്ള ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞത് അത് ജീവിതത്തിൽ അങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒന്നാണ്. അങ്ങനെ ഖുർആനും പ്രവാചക ചര്യയും അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകനെ സ്നേഹിക്കണം എന്നതിൽ 2 അഭിപ്രായമല്ല. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് നമ്മുടെ റസൂലിനെയാണ്. ആ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് അള്ളാഹിൻ്റെ റസൂൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ അഹ്യ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആരാണ് എൻ്റെ സുന്നത്തിനെ ജീവിപ്പിക്കുന്നത് അവൻ എന്നെ സ്നേഹിച്ചു എന്നാണ്. എന്നെ സ്നേഹിച്ച ആള് എൻ്റെ കൂടെ സ്വർഗത്തിലാണ് എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നും അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കണം. ഇന്ന് മാത്രമല്ല, നമ്മൾ അള്ളാഹിൻ്റെ റസൂലിനെ എന്നും സ്നേഹിക്കണം. കാരണം മൻ അഹ്യ സുന്നത്ത്, എൻ്റെ സുന്നത്തിനെ ജീവിപ്പിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു, നമ്മൾ ജീവിച്ച് ബോധമുള്ള കാലം തൊട്ട് അള്ളാഹിൻ്റെ റസൂലിനെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിൽ പല ആളുകളും അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നില്ല.
നമ്മൾ ആലോചിച്ചു, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ റസൂല് പറഞ്ഞതുപോലെ എഴുന്നേറ്റ് എത്ര ആളുണ്ടാവും? അങ്ങനെ പ്രാർത്ഥിച്ച് അൽഹംദുലില്ലാ പ്രാർത്ഥിച്ച് നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ റസൂലിനെ സ്നേഹിക്കുന്ന ആളാണ്, അതുകൊണ്ട് റസൂല് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുക, ഞാൻ എഴുന്നേറ്റ്. അങ്ങനെ എണീറ്റ് എത്ര ആളുണ്ട്? യഥാർത്ഥ പ്രവാചകനെ സ്നേഹിക്കുന്ന സ്നേഹം പലരും മറന്നുപോയി. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് എത്തിയ ഭക്ഷണം എത്രയോ എവിടുന്നോ ദൂരത്തു നിന്ന് നമ്മുടെ മുമ്പിൽ എത്തിയതാണ്, വേവിച്ച് പോയി കഴിക്കാനുള്ള അവസരമുണ്ട്. ബിസ്മില്ലാ റസൂല് പറഞ്ഞ അത് കഴിച്ച് അൽഹംദുലില്ലാ ബാത്റൂമിൽ കയറുള്ള പ്രാർത്ഥന, ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന. അങ്ങനെ റസൂലിനെ ജീവിതത്തിൽ ഉടനീളം സ്നേഹിച്ച് അവസാന നിമിഷം വരെ, നമ്മൾക്ക് ബോധം പോകുന്നത് വരെ നമ്മൾ റസൂൽ ജീവിച്ചതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ റസൂലിനെ സ്നേഹിക്കും. അതാ റസൂലിനെ സ്നേഹിക്കാതെ വന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് അത് ഇവിടെ അങ്ങനെയാണ്. ഇപ്പോൾ ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അയാളുടെ തൃപ്തി എന്താണോ ആ തൃപ്തിക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, എൻ്റെ തൃപ്തി പറഞ്ഞാൽ എൻ്റെ സുന്നത്തിനെ ജീവിപ്പിക്കാനുള്ള. പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എത്രത്തോളം എഴുന്നേൽക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ജീവിതത്തിന്റെ ഓരോ വ്യവഹാരങ്ങളിൽ എല്ലാത്തിലും നമ്മൾ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുക. ആ ഒരു ജീവനുള്ള ഒരു സംഗതിയിലേക്കാണ് പ്രവാചകൻ നമ്മളെ വിളിച്ചത്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നതിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. അതുകൊണ്ട് പ്രവാചകൻ വിളിച്ച ആ വിളി കേട്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തി പ്രവാചകനെ സ്നേഹിക്കുക. അതല്ലാതെ നമ്മൾ ഇങ്ങനത്തെ പണം തട്ടാൻ വേണ്ടി പലപ്പോഴും പുരോഹിതന്മാർ ഉണ്ടാക്കുന്ന ബിദ്അത്തുകൾ, ആചാരങ്ങൾ, ദീനിലില്ലാത്തതിനൊക്കത്തിനും ഒരു പണം ആവശ്യമുണ്ടാവും. അത് ഖുർആൻ തന്നെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലിയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അത് കറക്റ്റാണ്. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അധിക പുരോഹിതന്മാരും അധിക പാതിരിമാരും അവർ ജനങ്ങളുടെ പണം അന്യായമായി തിന്നാൻ വേണ്ടി അവരെന്ത് ചെയ്യും? അന്യായമായി തിന്നുകൊണ്ടിരിക്കും. വയസുദ്ദൂന അൻ സബീൽ, അള്ളാഹുവിൻ്റെ ഈ മാർഗത്തെ തടുക്കുകയും ചെയ്യും. അധിക ആൾക്കാരുടെയും പണി അതാണ്. അതുകൊണ്ട് അത്തരം പണിയിൽ ഇതിൽ കാര്യങ്ങൾ നമ്മൾ പെടാൻ പാടില്ല. അത് പലപ്പോഴും പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് മുടിയോ, ഇപ്പം ഒരു മുടി തന്നെ ആ മുടി തന്നെ ഇങ്ങനെ നീളുകയാണ്. അപ്പം അങ്ങനെ നീളുന്ന എന്താ? ഈ സമയത്ത് പറയുന്നത് എന്താ? എന്തോ ഒരു തട്ടിപ്പിന് വേണ്ടി പറയണം. അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. അങ്ങനെ ഒരു സംഗതി ഇല്ലാത്ത സംഗതി പറയണം. എന്നാൽ അതേ സംഗതി ഏതെങ്കിലും പബ്ലിക്കായി വെച്ച് അടുത്ത കൊല്ലം അത്ര സെന്റിമീറ്റർ നീളൂല. പബ്ലിക്കായി നീളും, പക്ഷെ രഹസ്യമായി നീളും. അങ്ങനെ ഈ ഒരു പണം തട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തെ കൊണ്ടുപോയി നമ്മൾ ഇടാൻ പാടില്ല. മറിച്ച് അള്ളയും റസൂലും പറഞ്ഞു അതെന്നെ ഇഷ്ടം പോലെ ചെയ്യാണ്ട് അത് തന്നെ ചെയ്ത് ആ ഒരു തരത്തിലേക്ക് നമുക്ക് പോകാൻ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടോ? റസൂല് പറഞ്ഞു, ഹൗദുൽ കൗസറിന്റെ അടുത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ പറയുന്ന ഒരു രംഗുണ്ട്. പ്രവാചകൻ പറയാണ്, ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ചില ആളുകളെ ഞാൻ വിളിക്കും, പക്ഷെ വിളിക്കുന്ന സമയത്ത് അവരെങ്ങനെ ആട്ടുകയാണ്. ഈ വഴിതെറ്റിയ ഒട്ടകത്തെ തിരിച്ചുവിടുന്ന അതുപോലെ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആ സമയത്ത് അവരെങ്ങനെ ആട്ടാണ്. അപ്പോ ആ പ്രവാചകൻ പറയും, അഹലമ്മോ വരി വരിയും. അപ്പൊ ഇവിടുന്ന് മലക്കൾ അവിടുത്തെ കാവൽക്കാർ പറയും, പ്രവാചകരെ, നിങ്ങൾ പോന്നതിന് ശേഷം അവർ ദീനിൽ കുറെ മാറ്റം ഉണ്ടാക്കിയ ആൾക്കാരാണ്. കണ്ടപ്പം പ്രവാചകൻ എന്തുകൊണ്ടാണ് ഇവരെ വിളിക്കാൻ കാരണം അതും അതിൽ പറയുന്നുണ്ട്. അവര് ഈ വധുവെടുത്തതിന്റെ അവരുടെ വധുവെടുത്തതിന്റെ അടയാളം കണ്ടപ്പോൾ അതിന്റെ കൂട്ടരാണല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ വിളിക്കുമ്പോൾ അവരെങ്ങനെ മാറ്റാണ്. ആ മാറ്റുന്ന സമയത്താണ് പ്രവാചകനോട് പറയുന്നത്, പ്രവാചകരെ, നിങ്ങൾ പോന്നപ്പം അവര് ദീനിലില്ലാത്തതൊക്കെ കൂട്ടിച്ചേർത്ത ആളാണ്. ഇത് കേട്ടപ്പോൾ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, അങ്ങനെ മാറിപ്പോയി എന്ന് പറയുന്ന, പോയിക്കോളി എന്ന് പറയുന്ന ഒരു കൂട്ടരിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പെടാൻ പാടില്ല. നമ്മൾ അള്ളാന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത്, മതി, അള്ളാന്റെ റസൂൽ കൊണ്ടുവന്നത് ഇനി ഞാൻ പിടിക്കും. അള്ളാന്റെ റസൂൽ വിരോധിച്ച് ഞാൻ ചെയ്യൂല. ആ നിലക്ക് ജീവിതത്തിലുടനീളം സഹോദരിമാരെ, സഹോദരങ്ങളെ, അത് സംസാരത്തിൽ, വസ്ത്രത്തിൽ, വീട്ടിൽ, കുടുംബത്തിൽ, നാട്ടിൽ, എല്ലാ സ്ഥലത്തും
അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന സഹോദരിമാരെ സഹോദരങ്ങളെ പാലിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. നമ്മുടെ വസ്ത്രത്തിന്റെ നീളം കൂടുക, നമ്മുടെ വസ്ത്രം ഔറത്ത് മറക്കാത്തതാകുക പ്രവാചകനെ സ്നേഹിക്കുന്നില്ല. പ്രവാചകനെ സ്നേഹിക്കുന്ന സഹോദരിമാർ ചെയ്യേണ്ടത് തങ്ങളുടെ വസ്ത്രം കൃത്യമാക്കണം, തങ്ങളുടെ സംസാരം ശരിയാക്കണം, തങ്ങളുടെ ജീവിതം നന്നാക്കണം. സഹോദരങ്ങളെ നമ്മളും നമ്മുടെ ആമലാത്തുകളും ഇടപാടുകളും നമ്മളും കൃത്യമാക്കണം. അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രവാചകനെ സ്നേഹിക്കുന്ന ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ആളുകളിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങളുടെ എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ നീ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലൂടെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളം വർഷിപ്പിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ബിസിനസ്സിൽ, ഏർപ്പാടുകളിൽ, ഞങ്ങളുടെ തൊഴിലിൽ എല്ലാത്തിലും അള്ളാഹുവെ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രായം ചെന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുവെ ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുക്കൾ, പൂർവികരായ ആളുകൾ അള്ളാഹുവെ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നാളെ നിന്റെ സ്വർഗത്തിലേക്ക് ഒരു കൂട്ടർ ആനയിക്കുമ്പം ആ സ്വർഗത്തിലേക്കുള്ള നല്ല ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഇസ്ലാമായി എന്നതിൻ്റെ പേരിൽ, മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾ അള്ളാഹുവെ അവർക്ക് നീ എല്ലാ നിലക്കുമുള്ള ഇസ്സത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരോട് നീ കാരുണ്യം കാണിക്കണേ റഹ്മാനെ. എല്ലാത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നിങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم.